ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. മക്കളെ, നമ്മൾ ഓണം എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ, ഓർഗാനിക് കെമിസ്ട്രി, നോമൻക്ലേച്ചർ ആൻഡ് ഐസോമറിസം. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകിരണവും ഐസോമറിസവും അല്ലെ. 17 മാർക്കാടാ ഓണം എക്സാമിന്. 17 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒറ്റ ചാപ്റ്ററിന്. അതിലെ 17ൽ 10 മാർക്ക് ഇപ്പം വാങ്ങും. 10 മാർക്ക് ഈ വീഡിയോ കണ്ടാൽ 10 മാർക്ക് ഉറപ്പാണ്. 10 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അങ്ങ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരുന്നു. തുടങ്ങുകയാണെ. ആദ്യത്തെ കോമ്പൗണ്ട് നെയിം ചെയ്യാൻ പോവുകയാണ്. ഈ കോമ്പൗണ്ട് നെയിം ചെയ്യാൻ പോകുന്നതിനും ഇതിൽ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചെയിന് കണ്ടെത്തുക എന്നുള്ള. ഏറ്റവും വലിയ ചെയിൻ മക്കൾ നോക്കുക. ഏതാണ് ഏറ്റവും വലിയ ചെയിൻ നോക്കുക. എടാ, നമ്മൾ നോക്കിയേ, നമ്മൾ ഈ ചെയിൻ എടുക്കുക. ഇതാ ആദ്യം നെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ ചെയിന് കണ്ടെത്തുക. ഒന്ന് എണ്ണി നോക്കി, ഇതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കി. നോക്കി, 1 2 3 4 5. എടാ, ആദ്യം നമ്മളെടുത്ത ചെയിനിൽ 5 കാർബൺ ആണ്. ഓർമ്മിച്ച് വെച്ചേ, ഞാൻ ഈ ചെയിനാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ പണി എന്താ? ഏറ്റവും വലിയ ചെയിന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ ചെയിനാണ് എടുക്കുന്നതെങ്കിൽ ഇത് എത്ര കാർബണാ? 5 കാർബൺ. നമ്മൾ വേറെ ചെയിൻ എടുത്തു നോക്കുക, ഇത് ഒഴിവാക്കുക. ഇതാ മക്കൾ നോക്കിയതാ, ഈ ചെയിൻ എടുത്ത് നോക്കുക. വേഗം ചെയ്യാം. ഈ ചെയിൻ എടുത്ത് നോക്കുക. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4. ആദ്യം എടുത്ത ചെയിനിൽ 5 കാർബൺ ആണെങ്കിൽ ഇപ്പൊ എടുത്ത ചെയിനിൽ എത്ര കാർബണാ? 4 കാർബണേ ഉള്ളൂ. നമ്മൾ വേറെ ചെയിൻ എടുത്തു നോക്കുക. നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അടുത്ത ചെയിൻ എടുത്തു നോക്കുക. നോക്കിയതാ, എത്ര ചെയിനാ? എത്ര കാർബണാ? ഈ ചെയിൻ എടുത്താൽ എത്ര കാർബണാ ഉള്ളത്? 1 2 3 4 5 6. ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ചെയിന് കണ്ടെത്തുക എന്നുള്ള. ഏറ്റവും വലിയ ചെയിന് കണ്ടെത്തി. ആദ്യം എടുത്ത ചെയിനിൽ 5 കാർബൺ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ എടുത്ത ചെയിനിൽ എത്ര കാർബണാ? 4 കാർബൺ ആണ്. ഈ എടുത്ത ചെയിനിലോ 6 കാർബൺ ഉണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്ത് കാര്യം മനസ്സിലായി? ഇതാണ് ഏറ്റവും വലിയ ചെയിൻ എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ജോലി കഴിഞ്ഞു. ഏറ്റവും വലിയ ചെയിന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. ഇനി എടാ, ചെയിനിൽ ലോങ് ഇതാ, ഈ ചെയിനിൽ വരാത്ത ഒരാളുണ്ട്, കാണുന്നുണ്ട് നിങ്ങള്? ഈ ചെയിനിൽ വരാത്ത ഒരാളുണ്ട്. ഇയാളെ നമ്മൾ വിളിക്കുക ശാഖ അഥവാ ബ്രാഞ്ച് അല്ലെ. അയാൾ കൂടി നെയിം കൊടുക്കണ്ടേ? ഏറ്റവും വലിയ ചെയിന് കണ്ടെത്തി. ഓക്കെ, ആ ചെയിനിൽ വരാത്ത ഒരാളെ ഞാൻ റൗണ്ട് ചെയ്ത് കണ്ടോ? അയാളെ വിളിക്കുന്ന പേരാണ് ശാഖ അഥവാ ബ്രാഞ്ച് എന്ന് വിളിക്കും. ബ്രാഞ്ച്. ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ, ഒരു ബ്രാഞ്ചേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി എടാ, നമ്മൾ എവിടുന്ന് നമ്പർ ചെയ്യുന്നുള്ള പേര് കൊടുക്കുന്നവർ എവിടുന്ന് നമ്പർ ചെയ്യും? ഇവിടുന്ന് നമ്പർ ചെയ്യാം. 1 1 2 3 4 5 6. റെഡി അല്ലേ? തിരിച്ച് നമ്പർ ചെയ്യും. എങ്ങനെ നമ്പർ ചെയ്യാം? 1 2 3 4 5 6. റെഡി. നമ്മൾ ഏത് നമ്പറിങ് എടുക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഏത് നമ്പറിങ് ആണ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഏത് നമ്പറിങ് എടുക്കുക? എടാ, ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിങ് ഏതാണോ അത് വേണം സെലക്ട് ചെയ്യാൻ. ബ്രാഞ്ചിലെ കാർബൺ ഇതാണ്. ഇതിന് ഇങ്ങനെ നമ്പർ ചെയ്താൽ 4 കിട്ടും. കാണുന്നുണ്ടാ? ഇങ്ങനെ നമ്പർ ചെയ്താൽ 3 കിട്ടും. അപ്പൊ 4 എടുക്കാൻ പറ്റില്ല, 3 എടുക്കാൻ പറ്റും. ബ്രാഞ്ചിലെ കാർബൺ ലോവസ്റ്റ് നമ്പർ, ചെറിയ നമ്പർ കിട്ടുന്ന മെത്തേഡ് ഏതാണോ അത് വേണം സെലക്ട് ചെയ്യാൻ. ബ്രാഞ്ചിലെ കാർബൺ 4 കിട്ടി. ഇതാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്താൽ 4 കിട്ടുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് 3 കിട്ടുക. അപ്പൊ ഏത് സെലക്ട് ചെയ്തു? ബ്രാഞ്ചിലെ കാർബൺ ചെറിയ നമ്പർ കിട്ടുന്ന നമ്പർ സെലക്ട് ചെയ്തു. ക്ലിയർ ആയേ അല്ലെ? അപ്പോ ഫസ്റ്റ് ജോലി കഴിഞ്ഞു. ഏറ്റവും വലിയ ചെയിന് കണ്ടെത്തി കഴിഞ്ഞു. എടാ, എനിക്ക് കഴിഞ്ഞു. 1 മാർക്കിന് ക്ലിയർ ആണ്. ഏറ്റവും വലിയ ചെയിന് കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ എന്താ വേണ്ടത്? ബ്രാഞ്ചിലെ കാർബണ് ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിങ് ഏതാണോ അത് സെലക്ട് ചെയ്തു. ഈ നമ്പറിങ് സെലക്ട് ചെയ്തു. ക്ലിയർ. അടുത്ത ജോലി പേരെഴുതല്ലേ? പേരെഴുതാ, ഇപ്പൊ എഴുതാം. എടാ, 6 കാർബൺ ഉണ്ട്. 1 കാർബൺ ആണെങ്കിൽ മെത്താണ്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ടക്ക്. ക്ലിയർ അല്ലേ? അപ്പൊ എത്ര കാർബണാ? 6 കാർബൺ ഉണ്ട്. 1 കാർബൺ ആണെങ്കിൽ മെത്ത്, 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, 9 ആണെങ്കിൽ നണ്ണ്, 10 ആണെങ്കിൽ ഡക്ക്. ക്ലിയർ ആണ്? അപ്പൊ 6 കാർബൺ ആയതുകൊണ്ട് വേർഡ് റൂട്ട് എന്ന് പറയും. വേർഡ് റൂട്ട് ഹെക്സ് ആണ്. ഓക്കെ, പദമൂലം അഥവാ വേർഡ് റൂട്ട്. പദമൂലം അഥവാ വേർഡ് റൂട്ട് എന്താ? ഹെക്സ് ആണ്. 6 കാർബൺ ആയതുകൊണ്ട് ഹെക്സ് ആണ്. ഇനി നമ്മൾ എഴുതേണ്ടത് പിൻ പ്രത്യയം അഥവാ സഫിക്സ് ആണ്. അത് വേർഡ് റൂട്ട് കഴിഞ്ഞിട്ട് അത് എഴുതേണ്ടത്.
ഇതിന്റെ പിൻ പ്രത്യയം അഥവാ സഫിക്സ് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ, മക്കളറിയണം. 2 വര ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഈൻ, 3 വര ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ. ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം. ക്ലിയർ അല്ലേ? ഒരു ബോണ്ട് ആണെങ്കിൽ സിംഗിൾ ബോണ്ട് എയിൻ ആണ്, 2 ബോണ്ട് ആണെങ്കിൽ ഈൻ ആണ്, 3 ആണെങ്കിൽ ഐൻ ആണ്. അപ്പൊ സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ അല്ലേ മക്കൾ? നോക്കിയേ, ആ കാർബൺ ചെയിനിൽ കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. സോ അതിന്റെ പേരാണ് എയിൻ, ഹെക്സെയിൻ. ക്ലിയർ? പേരായി ഹെക്സെയിൻ. 6 കാർബണുള്ള ചെയിൻ ആണ് ഹെക്സ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ് എയിൻ, എയിൻ, എയിൻ. ഡബിൾ ആണെങ്കിൽ ഈന് ചേർത്തേനെ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഞാൻ ഐന് ചേർത്തേനെ. സോ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ ചേർത്തു, ഹെക്സെയിൻ. ഇനി ആരാണ് നെയിം ചെയ്യേണ്ടത്? നമ്മളെ ലോങ് ചെയിനിൽ വരാത്ത ഒരാളുണ്ട്, ഇയാളെ നമ്മൾ നെയിം ചെയ്തിട്ടില്ല, ഇയാളെ നമ്മൾ നെയിം ചെയ്തിട്ടില്ല. ക്ലിയർ അല്ലേ? ലോങ് ചെയിനിൽ വരാത്ത ആളാണ് അയാൾ. അയാൾ എവിടെയാ നിൽക്കുന്നത്? അയാൾ 3-ലാണോ 4-ലാണോ? അയാൾ 3-ലാ. കാരണം ചെറിയ നമ്പറാണ് സെലക്ട് ചെയ്തത്, ഇതാണ് സെലക്ട് ചെയ്തത്. സോ അയാൾ നിൽക്കുന്നത് 3-ലാണ്. മക്കളെ, ഒരു കാർബണുള്ള ബ്രാഞ്ച് വന്നാൽ, ഇതാ ഒരു കാർബണുള്ള ബ്രാഞ്ച് ആണ് വരുന്നതെങ്കിൽ, ഒരു കാർബണുള്ള ബ്രാഞ്ചിന് നമ്മൾ വിളിച്ച, ഇതല്ലേ സംഭവം? അവിടെ പറഞ്ഞ ഇതല്ലേ? ഒരു കാർബണുള്ള ബ്രാഞ്ച് ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് മീത്തായിൽ. മീത്തായിൽ. 2 കാർബണുള്ള ബ്രാഞ്ച്, അതിനെ വിളിക്കുന്ന പേരാണ് ഈത്തായിൽ. ഈത്തായിൽ. 3 കാർബണുള്ള ബ്രാഞ്ച് പ്രൊപ്പൈൽ. 4 ആണെങ്കിൽ ബ്യൂട്ടായിൽ, 5 ആണെങ്കിൽ പെന്റായിൽ, 6 ആണെങ്കിൽ ഹെക്സായിൽ, 7 ആണെങ്കിൽ ഹെപ്റ്റായിൽ, ഒക്ടായിൽ, നൊണായിൽ, ഡക്കായിൽ, അങ്ങനെ വരും. യെസ്. അപ്പൊ നമ്മൾ നോക്കുക, ഹെക്സൈൻ കഴിഞ്ഞേ. ഇനി നമ്മൾ ലോങ് ചെയിനിൽ വരാത്തൊരു ബ്രാഞ്ച് ഉണ്ട്, ശാഖ. ആ ശാഖയെ നെയിം ചെയ്തരം ഈ ഹെക്സിന് മുൻപ് വേണം നെയിം ചെയ്യാൻ. ആ ഹെക്സിന് മുൻപ് നെയിം ചെയ്തരം എത്രയിലാ ശാഖകൾ? 3-ലാണ് ശാഖയുള്ളത്. ഒരു ഐഫൺ ഇടണം 3 കഴിഞ്ഞിട്ട്. ആ ശാഖ ഏതാ? ആ ശാഖ എന്ന് പറയുന്നത് ഒരു കാർബണുള്ള ശാഖയാണ്, ഒരു കാർബണുള്ള ബ്രാഞ്ച് ആണ്. ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മീത്തായിൽ. മീത്തായിൽ. റെഡി അല്ലേ? METHYL, മീത്തായിൽ. സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാം. പേരായി 3-methyl hexane. ഓക്കെ ആണ്? ക്ലിയർ ആണ്? 3-methyl hexane ഫസ്റ്റ് കോമ്പൗണ്ട്. ക്ലിയർ അല്ലേ? ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യുക, നമ്പർ ചെയ്യുന്ന. എങ്ങനെയാ നമ്പർ ചെയ്യുക? എടാ, ബ്രാഞ്ച് ശാഖയുള്ള കാർബണ് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യുന്നു. 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്ത് നോക്കുക, എന്നിട്ട് ഏത് നമ്പറാ സെലക്ട് ചെയ്യാം. 6 കാർബൺ ആയതുകൊണ്ട് ഹെക്സ് ആണ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് എയിൻ, ഡബിൾ ബോണ്ട് ഈൻ, ട്രിപ്പിൾ ബോണ്ട് ഐൻ. അപ്പൊ സിംഗിൾ ബോണ്ട് എയിൻ. സിംഗിൾ അല്ലേ? എല്ലാ ഒരു വരിയല്ലേ ഉള്ളത്? നോക്ക് നിങ്ങൾ, എല്ലാം ഒരു വരിയല്ലേ? സിംഗിൾ ബോണ്ടുകളല്ലേ? യെസ്, എയിൻ. ഇനി എത്രാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത്? 3-ാമത്തെ പൊസിഷൻ. 3-ാമത്തെ പൊസിഷനിൽ ഒരു കാർബണുള്ള ബ്രാഞ്ച് ആണ്. ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മീത്തായിൽ. എന്താ വിളിക്കുക? മീത്തായിൽ. യെസ്. അപ്പുറത്തെ കോമ്പൗണ്ടിലേക്ക് വരും. ഞാൻ കുറച്ച് സ്പീഡായിരിക്കും. എടാ, ഇതിനെ നെയിം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലടാ, വളരെ ഈസിയാണ്. ഇതാ, ഇതിൽ ബ്രാഞ്ച് ഇല്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ചെയിൻ. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ചെയിൻ. ക്ലിയർ അല്ലേ? എടാ, ഇതിൽ ഡബിൾ ബോണ്ടോ, പൊന്നു മക്കളെ, ഇതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ മക്കൾ രക്ഷപ്പെട്ടു. വേറെ ഒരാളെയും നോക്കണ്ട. സിംഗിൾ ബന്ധ ആ ബ്രാഞ്ചിനെ നോക്കണ്ട, ഒരാളെയും നോക്കണ്ട ആവശ്യമില്ല. ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിങ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. നോക്കണേ, ഡബിളോ ട്രിപ്പിളോ വന്നാൽ അത് ബുദ്ധിമുട്ടാവുകയല്ല ചെയ്യാം. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ മക്കൾ രക്ഷപ്പെട്ടു. എന്താ ചെയ്യേണ്ടത്? ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിങ് ഏതാണോ അത് സെലക്ട് ചെയ്യണം. നോക്ക്, നമ്പർ ചെയ്യാം. 1, 2, 3, 4, 5, 6. റെഡി അല്ലേ? തിരിച്ച് നമ്പർ ചെയ്യാം. 1, 2, 3, 4, 5, 6. യെസ്. എടാ, ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്നേരം ഡബിൾ ബോണ്ട് 4 ആ കിട്ടുന്നത്. 4. തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്നേരം ഡബിൾ ബോണ്ടുള്ള കാർബൺ 2 ആ കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യണം. അതല്ലേ പറഞ്ഞത്? ഡബിൾ ബോണ്ടുള്ള കാർബണ് ചെറിയ നമ്പർ കിട്ടുന്ന മെത്തേഡ് ഏതാണോ, നമ്പറിങ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. സോ എടാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഡബിൾ ബോണ്ടുള്ള കാർബൺ ഇതാ, ഡബിൾ ബോണ്ടുള്ള കാർബൺ ഇതാ, ഇത് 4 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഡബിൾ ബോണ്ടുള്ള കാർബൺ 2 ആണ്. 2 സെലക്ട് ചെയ്തു. ഓക്കെ ആണ്? ഓക്കെ ആണ്? ക്ലിയർ ആണ്? ഡബിൾ ബോണ്ടുള്ള കാർബണ് ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിങ് ഏതാണോ അത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ. ഓക്കെ, യെസ്, നെയിം ചെയ്യാം. ഒന്ന് മക്കളെ, എത്ര കാർബൺ ഉണ്ട് പറഞ്ഞേ?
6 കാർബൺ ഏതാ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്. ഹെക്സ് ആണ്. 6 കാർബൺ ഹെക്സ് ആണ്. ഹെക്സ്. യെസ്. ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് വന്നാൽ എയിനാണോ ഈനാണോ ഐനാണോ എന്ന് നോക്കുക. ഡബിൾ ബോണ്ട് വന്നാൽ ഈനാണ്. ഡബിൾ ബോണ്ട് വന്നാൽ ഈനാണ് എഴുതേണ്ടത്. ഈൻ പിൻ പ്രത്യയം അഥവാ സഫിക്സ്. പക്ഷേ ഡബിൾ ബോണ്ട് വരുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. ആ ഡബിൾ ബോണ്ട് എവിടെയാണ് ഉള്ളത് എന്ന് കൂടി സ്പെസിഫൈ ചെയ്യണം. ഡബിൾ ബോണ്ട് ഉള്ളത് രണ്ടാമത്തെ പൊസിഷൻ ആണ്. സോ ടു ഈൻ. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തേക്ക് പോവാം. ഇതും ബ്രാഞ്ചുകളൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ബ്രാഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്പർ ചെയ്യാം. മൂന്നാമത്തെ കോമ്പൗണ്ടിലേക്ക് കടന്നേ. ഒന്ന് ശ്രദ്ധിക്കണേ, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഞാൻ ഇതാ. യെസ്, നമ്പർ ചെയ്യാൻ പോവാണേ. നമ്പർ ചെയ്യാൻ എങ്ങനെ നമ്പർ ചെയ്യാ? 1 2 3 4 5 6. തിരിച്ച് 1 2 3 4 5 6. 6 കാർബൺ. എടാ ട്രിപ്പിൾ ബോണ്ടാ, ഡബിൾ ബോണ്ട് അല്ല, ട്രിപ്പിൾ ബോണ്ടാണുള്ളത്. ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന മെത്തേഡ് ഏതാണോ? ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന മെത്തേഡ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട് നമ്പർ ട്രിപ്പിൾ ബോണ്ടിന് 4 ആണ് കിട്ടുന്നത്. ഇവിടെ നമ്പർ ട്രിപ്പിൾ ബോണ്ടിന് 2 ആണ് കിട്ടുന്നത്. സോ ഇത് സെലക്ട് ചെയ്തു. ഇത് വേണ്ട. ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന മെത്തേഡ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. ഓക്കെ, സ്പീഡ് ചെയ്യണ്ടേ? ഇനി പറഞ്ഞിരിക്കാൻ സമയമില്ല. എത്ര കാർബണാ? 6 കാർബൺ. സോ ഹെക്സ് ആണ്. വീണ്ടും ഹെക്സ്. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ഐൻ. ട്രിപ്പിൾ ബോണ്ട് ആണ് വന്നെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഐന് ചേർക്കണം. ഐൻ എന്ന് പറഞ്ഞാൽ YNE ആണ്. YNE എത്രയിലാന്ന് പറയണം. ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ നമ്മൾ എത്രയിലാണ് ആ പൊസിഷൻ എന്ന് മാർക്ക് ചെയ്യണം. സോ ട്രിപ്പിൾ ബോണ്ട് വന്ന 2ലാണ്. സോ 2ൽ ഐന് ചേർത്ത് കൊടുക്കുക. ഹെക്സ് ടു ഐൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ അല്ലേ? ഹെക്സ് 6 കാർബൺ. രണ്ടാമത്തെ പൊസിഷൻ ആരുണ്ട്? ഐനുണ്ട്. YNE. ട്രിപ്പിൾ ബോണ്ട്. സിംഗിൾ ആണെങ്കിൽ എയിൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡ്. ക്ലിയർ അല്ലേ? കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാർബൺ ഉള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് കാർബോക്സിലിക് ആസിഡ്. കാർബൺ ഉണ്ട് അതിൽ. അപ്പൊ നിങ്ങൾ കാർബോക്സിലിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ മക്കൾ ഒന്നും നോക്കണ്ട, വളരെ ഈസിയാണ് ചെയ്യാൻ. ആ COH ആണ് കാർബോക്സിലിക് ആസിഡ്. അത് വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നമ്പറിങ്. 1. അയ്യോ, വൈറ്റ് തന്നെ ആയിപ്പോടാ. യെസ്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇവിടെ 1 കൊടുക്കണം. അപ്പൊ കാർബോക്സിലിക് ആസിഡ് വന്നാൽ നമ്പർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാർബോക്സിലിക് ആസിഡിലെ കാർബൺ എപ്പോഴും 1 കിട്ടണം. അത് ഒരു മാറ്റവും ഇല്ലേ. അത് ബ്രാഞ്ച് അല്ല, ഡബിൾ ബോണ്ട് അല്ല, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മാറ്റമില്ല. COOH കണ്ടോ മക്കൾ? ചിന്തിക്കേണ്ട, അവിടെ നിന്ന് 1 കൊടുത്തോ, വേറൊരാളെ നോക്കണ്ട. അത് നോക്കിക്കോ. 2 3 4 5. ക്ലിയർ അല്ലേ? 5 കാർബൺ. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എത്ര കാർബണാ? 5 കാർബൺ ആണ്. 5 കാർബൺ പെന്റാണ്. പെന്റ്. റെഡി അല്ലേ? പെന്റ്. ഇനി കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണോ? അതെ, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ്, ഡബിൾ ബോണ്ട് അല്ല. ഏകബന്ധനമാണ്. സിംഗിൾ. കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ടുകളായതുകൊണ്ട് എയിൻ ചേർത്തു. എയിൻ. ഇനി കാർബോക്സിലിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സഫിക്സ് കൂടി ചേർക്കണം. അതിന്റെ കൂടെ ഒന്നുകൂടി ചേർക്കണം. അത് ഓയിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ സഫിക്സ് എന്താ? ഓയിക് ആസിഡും ചേർക്കണം. ഓയിക് ആസിഡ് ചേർക്കുക. സോ ഓയിക് ആസിഡ് ചേർക്കണം. സോ ആ സമയത്ത് എയിലെ ഈ അങ്ങ് ഒഴിവാക്കണം. പറയുന്നത് മനസ്സിലായോ? കാർബോക്സിലിക് ആസിഡ് എന്നാൽ പെന്റൈന്റെ കൂടെ എന്ത് ചേർക്കണം? ഓയിക് ആസിഡ് ചേർക്കണം. ഓയിക് ആസിഡ് ചേർക്കുന്നതിന് പെന്റൈനിൽ ആര് ഒഴിവാക്കണം? ഈ അങ്ങ് കട്ട് ചെയ്യണം. സോ ദ നെയിം ഈസ് പെന്റനോയിക് ആസിഡ്. പെന്റനോയിക് ആസിഡ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് ആൽഡിഹൈഡ്. CHO ഗ്രൂപ്പ്. മക്കൾ നോക്കിക്കോ, CHO ഗ്രൂപ്പിന് വിളിക്കുന്ന പേരെന്താ? ആൽഡിഹൈഡ് എന്നാ വിളിക്കുക. ആൽഡിഹൈഡ്. CHO ഗ്രൂപ്പിന് നമ്മൾ വിളിക്കുക ആൽഡിഹൈഡ് എന്ന് വിളിക്കും. ആൽഡിഹൈഡ്. യെസ്. ഈ CHO ഗ്രൂപ്പിന്റെ പ്രത്യേകതയും കാർബൺ ഉണ്ട്. ആക്ച്വലി CHO ഗ്രൂപ്പും COH ഒക്കെ വന്നാൽ മക്കൾ രക്ഷപ്പെട്ടു.
ഒന്നും ചിന്തിക്കണം മക്കള് ഈസി ആയിട്ട് രക്ഷപ്പെട്ടു. ആ CH ഒന്ന് കൊടുത്താൽ മതി, 1 കൊടുത്താൽ മതി. 1 2 3 4. അപ്പൊ ആര് വന്നാൽ നേരത്തെ പറഞ്ഞു COH വന്നാൽ ആ കാർബൺ 1 കിട്ടണം എന്ന് പറഞ്ഞു. CHO വന്നാലും ആ കാർബൺ കിട്ടണം 1 കിട്ടണം. സോ എത്ര കാർബൺ? 4 കാർബൺ. ബ്യൂട്ടാണ്, ബ്യൂട്ട്. ക്ലിയർ അല്ലേ? 4 കാർബൺ എന്നാ ബ്യൂട്ടാണ്, ബട്ടല്ല. ബട്ട് എന്ന് എഴുതി ബ്യൂട്ട് എന്ന് വായിക്കും. കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്, ഇറ്റ്സ് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ. CHO വന്നാലുള്ള സഫിക്സ് എന്ന് പറഞ്ഞാൽ ആൾ. മക്കൾ ചെയ്തു ആൾ. അപ്പോ ബ്യൂട്ടനാൽ. CE ഒഴിവാക്കണം. ക്ലിയർ അല്ലേ? ബ്യൂട്ടൈന്റെ എയിന്ന് ഇ അങ്ങ് ഒഴിവാക്കണം. സോ ഇത് ഞാൻ ഉണ്ടാക്കിയ റൂളല്ല, IUPACയുടെ റൂളാ. എനിക്കോ നിനക്കോ ഇത് മാറ്റാൻ പറ്റൂലേ? ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, ബ്യൂട്ടനാൽ. ക്ലിയർ ആണ്? അപ്പൊ CHO വന്നാൽ എങ്ങനെ ചെയ്യാ? ആ CHOന് 1 കൊടുക്കുക. CHOന് 1 കൊടുക്കുക. 1 2 3 4. 4 കാർബൺ ബ്യൂട്ടാണ്, ബ്യൂട്ട്. കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്, എയിൻ, ബ്യൂട്ടൈൻ. ഈ ഒഴിവാക്കി ആൾ ചേർത്ത് ബ്യൂട്ടനാൽ. അടുത്ത് സമയമില്ല. എടാ ഇത് CO ഗ്രൂപ്പാ. ഇതിന് പറയാ കീറ്റോ ഗ്രൂപ്പ്. എന്താ പറയാ? കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ. ഈ ഗ്രൂപ്പിനെ പ്രത്യേകത ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഇപ്പുറവും കാർബൺ ഉണ്ട്, ഇപ്പുറവും കാർബൺ ഉണ്ട്. ഇത് എൻഡിലല്ല വരുന്നത്. നേരത്തെ മക്കൾ നോക്കിയേ, COH ഗ്രൂപ്പ് എൻഡിലാ വരുന്നത്. COH ഗ്രൂപ്പ് എൻഡിലാ. CHO ഗ്രൂപ്പ് എൻഡിലാണ്. പക്ഷേ ഈ CO ഗ്രൂപ്പ് എൻഡിലാണോ? അല്ല. അപ്പൊ അത് പ്രശ്നം. അതിന് 1 കൊടുക്കാൻ പറ്റില്ല. നേരത്തെ ഞാൻ 1 കൊടുക്കാൻ കാരണം ഇയാൾ എൻഡിലാണത്. ഇയാളും എൻഡിലാണത്. പക്ഷെ ഇയാൾ എൻഡിലല്ലത്, ഇയാൾ മിഡിലാണത്. സോ അയാൾക്ക് 1 കൊടുക്കാൻ പറ്റൂല. അയാളുള്ള ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പേര് കീറ്റോ ഗ്രൂപ്പ്. എന്താ പറയാ? കീറ്റോ. CO ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ്. അതിന്റെ സഫിക്സ് വരുന്നത് ഓൺ. 1 അല്ലേ? 1 എന്ന് എഴുതി ഓൺ എന്ന് വായിക്കണം. ഓക്കെ, നമ്മൾ നോക്കുകയാണ്. ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യും. ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. ആഹാ, ഏറ്റവും വലിയ ചെയിൻ. CO ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുന്ന മെത്തേഡ് ഏതാണോ അത് സെലക്ട് ചെയ്യണം. CO ഗ്രൂപ്പിന് ചെറിയ നമ്പർ ചെയ്യാൻ പോവുക. 1 നേരത്തെ നമ്പർ എന്താ പറയാ? 2 3 4 5. ഇങ്ങനെ നമ്പർ ചെയ്താൽ CO ഗ്രൂപ്പിന് 4 ആണ് കിട്ടുക. തിരിച്ച് നമ്പർ ചെയ്യാം. 1 2 3 4 5. റെഡി അല്ലേ? അപ്പൊ CO ഗ്രൂപ്പിന് 2 ആണ് കിട്ടുന്നത്. സോ ഇത് സെലക്ട് ചെയ്തോ. ഇത് വേണ്ട, നമുക്ക് വേണ്ട. എത്ര കാർബണാ? 5 കാർബൺ ആണ്. 5 കാർബൺ ആണെങ്കിൽ പെന്റാണ്. പെന്റ്. കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്, ഇറ്റ്സ് പെന്റൈൻ. പെന്റൈൻ. CO ഗ്രൂപ്പ് വന്നാൽ എന്താ സഫിക്സ് ചേർക്കുക? ഓൺ. 1 അല്ല, ഓൺ. എത്രാമത്തെ പൊസിഷനാണ് ഓൺ ഉള്ളത് നോക്കിയാൽ മക്കൾ നോക്കിയാൽ എത്രാമത്തെ പൊസിഷനാ? 2ാമത്തെ പൊസിഷൻ അല്ലെ? 2ാമത്തെ പൊസിഷൻ. ഈ നമ്പറിംഗ് അല്ല, CO ഗ്രൂപ്പിന് ചെറിയ നമ്പറിംഗ് ഏതാണോ അത് സെലക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2ാമത്തെ പൊസിഷനാണത്. 2 ഓൺ. ഹായ് 2 ഓൺ. അപ്പൊ ഈ ഡ്രോപ്പ് ചെയ്യണം. പെന്റാൻ 2 ഓൺ. പെന്റാൻ 2 ഓൺ. പെന്റാൻ 2 ഓൺ. റെഡി അല്ലേ? യെസ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതാ ഒരു കോമ്പൗണ്ട് വന്നു. ഇതിൽ ക്ലോറിൻ എന്താ? ക്ലോറിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. മക്കൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോറിൻ ഒരു ബ്രാഞ്ച് മാത്രമാണെന്ന് ഓർമ്മിക്കുക. ക്ലോറിൻ എന്താ? ബ്രാഞ്ച് ആണ്. ഈ ക്ലോറിനും ബ്രാഞ്ച് ആണ്, ഈ ക്ലോറിനും ബ്രാഞ്ച് ആണ് എന്ന് ഓർമ്മിക്കുക. ക്ലോറിൻ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പേ അല്ലേ? ഓർമ്മിക്കട്ടെ, ഞാൻ പറയുന്നത് ഓർമ്മിച്ചോ? ക്ലോറിൻ മീതായിൽ നേരത്തെ പറഞ്ഞില്ലേ, മീതായിൽ ഈതായിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അവരെ പോലെ ഒരു ബ്രാഞ്ച് ആണ് ക്ലോറിൻ. സോ ഓർമ്മിച്ചോ. ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുക. 2ന്റെ സൈഡിൽ നമ്പർ ചെയ്യാം. 1 2 3 4. 1 2 3 4. തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യൂല. 3. ഇത് സെലക്ട് ചെയ്യും. 2 ആണ്. ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്തു. ഓക്കെ, അടുത്തേക്ക് പോവാ. യെസ്. എത്ര കാർബണാ? 1 2 3 4. 4 കാർബൺ ആയതുകൊണ്ട് ബ്യൂട്ടാണ്. ബ്യൂട്ട്. കാർബൺ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടൈൻ. ഇനി ബ്രാഞ്ച് എപ്പോഴും ആർക്ക് മുൻപാ വരിക? ബ്യൂട്ടിന് മുൻപാണ് വരിക. ഓർമ്മിക്കണം, ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിന് മുമ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ നമ്മൾ ഇവിടെ എഴുതുക ഓയിക് ആസിഡ് അല്ലെ, ഓൺ, ആൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെയല്ലേ എഴുതിയത്. പിന്നെ നമ്മൾ ബ്രാഞ്ച് ആയതുകൊണ്ട് ബ്യൂട്ടിന് മുൻപ് എഴുതണം. ആരൊക്കെ ബ്രാഞ്ചിൽ? ക്ലോറിൻ ആണ്. ക്ലോറിന്റെ ബ്രാഞ്ച് ആയി വന്നാൽ ക്ലോറോ. എന്താ പറയാ? ക്ലോറോ. എവിടെയാ? 2ൽ ഒരു ക്ലോറോ ഉണ്ട്, 2ൽ വേറൊരു ക്ലോറോ ഉണ്ട്. സോ 2ൽ 2,2. 2ൽ 2 ക്ലോറിൻ ഉണ്ട്. 2ൽ ഒരു ക്ലോറോ ഉണ്ട്, 2ൽ വേറൊരു ക്ലോറോ ഉണ്ട്. സോ 2,2. ഡൈക്ലോറോ. ഡി ക്യാപിറ്റൽ. ഡൈക്ലോറോ.
ഡൈക്ലോറോബ്യൂട്ടൈൻ. ക്ലിയർ അല്ലേ? യെസ്. ഈതറിനെ നെയിം ചെയ്യാം. ഈതേഴ്സ് ആർ നെയിംഡ് ആസ് ആൽക്കോക്സി ആൽക്കെയിൻ. ഇതിനെ നെയിം ചെയ്യാൻ എങ്ങനെയാ? ആൽക്കോക്സി ആൽക്കെയിൻ. യെസ്. രണ്ട് സൈഡിലും കാർബൺ എണ്ണം സെയിം ആയതുകൊണ്ട് നമ്മൾ ഈ ചെയിൻ എടുത്തു. ഈ ചെയിൻ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചെയിൻ എടുത്തു 1 2. ഇതിന്റെ പേര് രണ്ട് കാർബണുള്ള ആൽക്കോക്സി ഗ്രൂപ്പിന്റെ പേര് എത്തോക്സി. രണ്ട് കാർബണുള്ള ആൽക്കോക്സി ഗ്രൂപ്പിന്റെ പേര് എത്തോക്സി ഗ്രൂപ്പ്. എന്താ പറയാ? എത്തോക്സി ഗ്രൂപ്പ് എന്നാ. എത്തോക്സി ഗ്രൂപ്പ്. സോ ഇതിന്റെ പേര് വരിക എത്തോക്സി. ഇത് എത്തോക്സി ആണ്. ഈ രണ്ട് കാർബൺ ആയതുകൊണ്ട് എത്ത്. രണ്ട് കാർബൺ എത്താണ്. രണ്ട് കാർബൺ എത്താണ്. എത്ത് എത്ത്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഈതെയിൻ. ഈതെയിൻ. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈതെയിൻ. ഇനി ഇവിടെ എത്തോക്സി ഗ്രൂപ്പ് ഉള്ളത്. സോ ഇതിന്റെ പേര് എത്തോക്സി ഈതെയിൻ. എത്തോക്സി ഈതെയിൻ. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതി തരാം. CH3 CH2 CH2 O CH3. ഇതിന്റെ പേര് നോക്കാം. 1 2 3. ഇത് പ്രൊപ്പെയിൻ ആണ്. പ്രൊപ്പെയിൻ. വേറെ നെയിം ചെയ്യാണ് പ്രൊപ്പെയിൻ. ഇതിന് ഒരു പേര് കണ്ടോ? ഒരു കാർബണുള്ള ഗ്രൂപ്പ് മെത്തോക്സി എന്ന് വിളിക്കുന്ന പേരെന്താ? മെത്തോക്സി. സോ ഇതിന്റെ പേരെന്താ? മെത്തോക്സി പ്രൊപ്പെയിൻ. മെത്തോക്സി പ്രൊപ്പെയിൻ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. യെസ്. ഡബിൾ ബോണ്ട് വന്നു, ബ്രാഞ്ച് വന്നു. ഡബിൾ ബോണ്ട് വന്നു, ബ്രാഞ്ച് വന്നു. ക്ലിയർ ആണ്? നെയിം ചെയ്തൊക്കെ കുറച്ച് ടഫാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അത്യാവശ്യം ടഫായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതാ ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്തു. ഡബിൾ ബോണ്ടിൽ ഏറ്റവും വലിയ ചെയിൻ നമ്പർ ചെയ്യാൻ പോവാണ്. 1 2 3 4. അടുത്ത് 1 2 3 4. ഞാൻ പറഞ്ഞത് ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യാന്ന് പറഞ്ഞത്. ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ. ഡബിൾ ബോണ്ടുള്ള കാർബണ് ചെറിയ നമ്പർ. ഡബിൾ ബോണ്ടുള്ള കാർബൺ ഇവിടെ 2 കിട്ടുക. ആഹാ. ഇവിടെ 2 കിട്ടുക. ആഹാ. പണിയല്ലേ? രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുന്ന സമയത്ത് 2 തന്നെ കിട്ടുക. പക്ഷേ ഇവിടുന്ന് നമ്പർ ചെയ്യുന്ന സമയത്ത് 2-ൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇവിടുന്ന് നമ്പർ ചെയ്യുന്ന സമയത്ത് 2-ൽ ബ്രാഞ്ച് ഇല്ല. എടാ ലെഫ്റ്റ് നിന്ന് റൈറ്റ് മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്താലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്താലും 2 കിട്ടുന്നത്. രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ചെയ്താലും 2 തന്നെ കിട്ടുക. ഡബിൾ ബോണ്ടുള്ള കാർബൺ ഇവിടുന്ന് നമ്പർ ചെയ്തപ്പോൾ 2 കിട്ടുക. ഇവിടുന്ന് നമ്പർ ചെയ്താൽ 2 കിട്ടുക. പക്ഷെ ഇവിടുന്ന് നമ്പർ ചെയ്താൽ 2-ൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇവിടുന്ന് നമ്പർ ചെയ്താൽ 2-ൽ ഒരു ബ്രാഞ്ച് ഇല്ല. അതായത് ഇവിടെ ശാഖയുണ്ട്, ഇവിടെ ശാഖയില്ല. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? ഓക്കെ ആണ്? അപ്പൊ ശാഖയുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രയോറിറ്റി നോക്കല്ലേ? ശാഖയുള്ള നമ്പറിങ് സെലക്ട് ചെയ്തു. കാരണം ഇവിടുന്ന് നമ്പർ ചെയ്താൽ ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ഈ 2-ൽ ഒരു ശാഖയുണ്ട്, ഈ 2-ൽ ശാഖയില്ല, ബ്രാഞ്ച് ഇല്ല. സോ ബ്രാഞ്ചുള്ള ലോവസ്റ്റ് നമ്പർ സെലക്ട് ചെയ്തു. ക്ലിയർ ആണ്? എത്ര കാർബണാ? 4 കാർബൺ. 4 കാർബൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബ്യൂട്ട് എന്ന് പറയാം. ബ്യൂട്ട്. ബ്യൂട്ട് എടുത്തു. ബ്യൂട്ട് അല്ലെ? 4 കാർബൺ ബ്യൂട്ടാണ്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് രണ്ടാമത്തെ പൊസിഷൻ. ഡബിൾ ബോണ്ട് രണ്ടാമത്തെ പൊസിഷൻ ആണ്. സോ 2-ൽ ഈൻ. 2-ൽ ഈൻ. ഇനി 2-ൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് ഏതാ? മീഥൈൽ. ബ്രാഞ്ച് എപ്പോഴും ഇതിന് മുൻപല്ലേ എഴുതുക. സോ 2-ൽ ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് 2-ൽ മീഥൈൽ. 2-ൽ മീഥൈൽ ബ്യൂട്ട് 1 ഈൻ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് വേഗം നോക്കുകയാണ്. ഇതും അതുപോലെ തന്നെ ഒരു കോമ്പൗണ്ട് ആണ്. ഏറ്റവും വലിയ ചെയിൻ ട്രിപ്പിൾ ബോണ്ടും ബ്രാഞ്ചും. ട്രിപ്പിൾ ബോണ്ടും ബ്രാഞ്ചും. ക്ലിയർ? നമ്പർ ചെയ്യാം. ട്രിപ്പിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ ഒന്നും നോക്കണ്ട. 1 2 3 4. മക്കൾ നോക്കുക. ബ്രാഞ്ച് വന്നാൽ ബ്രാഞ്ച് അല്ലേ നോക്കേണ്ടത്? ട്രിപ്പിൾ ബോണ്ടാ. ആ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ചെറിയ നമ്പർ കിട്ടുന്ന നമ്പർ ഏതാണോ അത് ആ നമ്പറിങ്ങേ പറ്റുള്ളൂ. അവർക്ക് ചെറിയ നമ്പർ. ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പൊ 1 2 ഇതല്ലേ നല്ലത്? ഇവിടെ നമ്പർ ചെയ്താൽ 1 2 3 വരിക. 1 2 ഇത് തന്നെയാ നല്ലത്. അപ്പൊ എത്ര കാർബൺ ആള്? മക്കൾ നോക്കി എത്ര കാർബണാ? 4 കാർബൺ ബ്യൂട്ട്. വീണ്ടും ബ്യൂട്ട്. എത്ര ലൈൻ ഉള്ളത്? 1 അയൻ. ബ്യൂട്ട് 1 അയൻ. റെഡി അല്ലേ? ബ്രാഞ്ചിന് എത്രയില്? 3-ല്. 3-ൽ ആരാളത്? ഒരു കാർബണുള്ള ബ്രാഞ്ച്. ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താ? മീഥൈൽ. 3 മീഥൈൽ ബ്യൂട്ട് 1 അയൻ. യെസ്. അപ്പൊ നമ്മൾ 10 കോമ്പൗണ്ട് അല്ലെ? ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമർസവും. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമർസം. ഇതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഇതുപോലുള്ള ഇനി അടുത്ത വീഡിയോ ഐസോമർസമാണ്.
നെക്സ്റ്റ് വീഡിയോ ആ ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റിനും, അതായത് SCERT ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ക്വസ്റ്റിനും ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പപ്പടം ചുരുന്ന പോലെ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചിരുന്നോ? ഒന്നെന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. എല്ലാ ഫ്രണ്ട്സിലേക്കും, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ബൈ.